കർത്താവിന് മഹത്വം. പതിവ് പോലെ ചൊവ്വാഴ്ച വൈകിട്ട് ജാനുവരി മാസം 30 ദൈവസനയിൽ നമുക്ക് ഒരുമിച്ച് കൂടി വരുവാൻ തക്കവണ്ണം കർത്താവ് നൽകി തന്നിരിക്കുന്ന ഈ നല്ല സാവകാശനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ലൈനിലേക്ക് കടന്നു വന്നിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും ഒക്ലഹോമ പ്രയർ ലൈനിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇന്ന് രാത്രികാലം വചനം നാം പഠിക്കുവാനായി ദൈവസനയിലായിരിക്കുന്നുവല്ലോ. അതിനു മുമ്പായിട്ട് കർത്താവിനെ പാടി ആരാധിക്കുന്ന സമയമാണല്ലോ. ഈ സമയത്ത് പാട്ടുപാടുവാനായിട്ട് നമ്മുടെ മധ്യത്തിൽ പ്രിയ സിസ്റ്റർ IV ചെറിയാൻ കടന്നു വന്നിട്ടുണ്ടല്ലോ. പ്രിയ സഹോദരിയാണ് ഇന്ന് രാത്രികാലം പാട്ടുപാടുന്നത്. പ്രിയ സഹോദരിയെ പാട്ടുപാടുവാൻ വേണ്ടി ദൈവസനയിലേക്ക് ക്ഷണിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. ആമേൻ. ഹേ രക്ഷയാം ദിവ്യ സ്നേഹ കടലേ, ക്രിസ്തേശു നൽകും കരുണാപുരമേ. ഹേ രക്ഷയാം ദിവ്യ സ്നേഹ കടലേ, ക്രിസ്തേശു നൽകും കരുണാപുരമേ. സൗജന്യമായി ലോകത്തെ വീണ്ടവനേ, സൗജന്യമായി ലോകത്തെ വീണ്ടവനേ. പ്രവാഹമെന്മേൽ നിൻ പ്രവാഹമെന്മേൽ, നിൻ പ്രവാഹമെന്മേൽ ഒഴുകിയിടണമേ. പ്രവാഹമെന്മേൽ നിൻ പ്രവാഹമെന്മേൽ, നിൻ പ്രവാഹമെന്മേൽ ഒഴുകിയിടണമേ. പരീക്ഷകളും ഭയവും ഹേതുവായി എൻ ജീവിതം ഖേദവും ശൂന്യവുമായി. പരീക്ഷകളും ഭയവും ഹേതുവായി എൻ ജീവിതം ഖേദവും ശൂന്യവുമായി. പ്രത്യാശയെനിക്കുണ്ട് നല്ലതിനായി, പ്രത്യാശയെനിക്കുണ്ട് നല്ലതിനായി. പ്രവാഹമെന്മേൽ നിൻ പ്രവാഹമെന്മേൽ, നിൻ പ്രവാഹമെന്മേൽ ഒഴുകിയിടുമെങ്കിൽ. പ്രവാഹമെന്മേൽ നിൻ പ്രവാഹമെന്മേൽ, നിൻ പ്രവാഹമെന്മേൽ ഒഴുകിയിടുമെങ്കിൽ. കൃപാകടലേ, നിന്റെ തീരത്തു ഞാൻ അനേക നാളാകാംക്ഷയോടെ നിന്നെ. കൃപാകടലേ, നിന്റെ തീരത്തു ഞാൻ അനേക നാളാകാംക്ഷയോടെ നിന്നെ. മടങ്ങുകില്ലെന്നിനി ഞാൻ, മടങ്ങുകില്ലെന്നിവിടുന്നിനി ഞാൻ. പ്രവാഹമെന്മേൽ നിൻ പ്രവാഹമെന്മേൽ, നിൻ പ്രവാഹമെന്മേൽ ഒഴുകാതിരുന്നാൽ. പ്രവാഹമെന്മേൽ നിൻ പ്രവാഹമെന്മേൽ, നിൻ പ്രവാഹമെന്മേൽ ഒഴുകാതിരുന്നാൽ. പ്രവാഹമെന്മേൽ നിൻ പ്രവാഹമെന്മേൽ, നിൻ പ്രവാഹമെന്മേൽ ഒഴുകാതിരുന്നാൽ. പ്രവാഹമെന്മേൽ നിൻ പ്രവാഹമെന്മേൽ, നിൻ പ്രവാഹമെന്മേൽ ഒഴുകിയിടണമേ. Praise the Lord. Amen. പ്രൈസ് ദി ലോർഡ്. അനുഗ്രഹിക്കപ്പെട്ട ഗാനം പാടുവാൻ തക്കോണം പ്രിയ സിസ്റ്റർ IV കർത്താവ് ബലപ്പെടുത്തിയത് ഓർത്തുകൊണ്ട് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഇന്ന് രാത്രികാലം കർത്താവിനെ മഹത്വപ്പെടുത്തുന്ന, കർത്താവിന്റെ മഹിമയെ വർണ്ണിക്കുന്നതായ ഗാനത്തിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ദൈവത്തിന്റെ നാമം മഹത്വപ്പെടുമാറാകട്ടെ. ഇനിയും അനേക
അനേകരുടെ മധ്യത്തിൽ ദൈവത്തിന്റെ നാമത്തിന്റെ പുകഴ്ചയ്ക്കായിട്ട് പാടുവാൻ തക്കോണം അഭിഷേകത്തോടെ കർത്താവ് ഉപയോഗിക്കട്ടെ. പ്രിയ ക്രിസ്റ്റോയെ ഓർത്തുകൊണ്ട്, പ്രിയ സഹോദരി ഐവിയെ ഓർത്തുകൊണ്ട്, അവരുടെ കുഞ്ഞുങ്ങളെ രണ്ടുപേരെയും ദൈവസേനയിൽ സമർപ്പിച്ചുകൊണ്ട്, പ്രത്യേകിച്ച് ആബിഗേലിന് വേണ്ടിയും ഇളയ മകൻ കൊച്ചു വൈതലിന് വേണ്ടിയും പ്രത്യേകം നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവ് അനുഗ്രഹിക്കട്ടെ. സ്തോത്രം. രാത്രികാലം വചനം നാം പഠിക്കുന്നതിനായിട്ട് ദൈവസേനയിലായിരിക്കുന്നുവല്ലോ. കഴിഞ്ഞ ദിവസം കർത്താവിന്റെ ദാസനെ എബ്രായലേഖനം 10-ാം അധ്യായത്തിന് 38-39 വാക്യങ്ങൾ തുടങ്ങി കാര്യങ്ങളാണല്ലോ നാം ചിന്തിക്കുവാൻ തക്കവണ്ണം ഇടയായി തീർന്നത്. കർത്താവിന് നന്ദിയോടെ സ്തോത്രം. ഹല്ലേലൂയ, സ്തോത്രം. രാത്രികാലം നാം വീണ്ടും അതിന്റെ തുടർച്ചയായിട്ട് പഠിക്കുവാനായിട്ട് ദൈവസേനയിലായിരിക്കുമ്പോൾ ദൈവജനത്തിന് മുമ്പിൽ നമ്മെ തന്നെ സമർപ്പിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. വചനം സൂക്ഷിക്കുന്ന ദൈവദാസനെയും പാട്ടുപാടി സിസ്റ്റർ ഐവിയെയും ലൈനിലായിരിക്കുന്ന ഓരോ പ്രിയപ്പെട്ടവരെയും ഓർത്തുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മെ തന്നെ ദൈവസേനയിൽ പൂർണ്ണമായിട്ട് സമർപ്പിച്ചുകൊണ്ട്. ഹല്ലേലൂയ. കഴിഞ്ഞ ദിവസം ദേവദാസ് നമ്മെ ഓർമ്മിപ്പിച്ചതുപോലെ ഹല്ലേലൂയ, സ്തോത്രം. നല്ല യാഗം കഴിക്കുന്നവരായി കായീനിനേക്കാൾ നല്ല യാഗം ഹാബേൽ കഴിച്ചു എന്ന് നാം വചനത്തിൽ നിന്ന് കേൾക്കുവാനിടയായി തീർന്നല്ലോ. ഹാനോക്കിനെ കുറിച്ച്, ഹാബേലിനെ കുറിച്ച്, വിശ്വാസത്തിന്റെ ഹല്ലേലൂയ, സ്തോത്രം. ഹല്ലേലൂയ, സ്തോത്രം. അതെ, പർവ്വതങ്ങളെ ചവിട്ടി ഉന്നതമായ ഉന്നതികളിലെത്തിയതായ അതെ വിശ്വാസ വീരന്മാരെ കുറിച്ച് നാം പഠിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ. ഇന്ന് രാത്രികാലം ഹല്ലേലൂയ, സ്തോത്രം തുറന്നും പഠിക്കുമ്പോൾ കർത്താവേ എന്നോട് സംസാരിക്കണമേ, വിശ്വാസത്തിന്റെ ആഴങ്ങളിൽ എന്നെ ഇറക്കണമേ. അതേ ദൈവിക ശക്തി നമ്മുടെ മേൽ കർത്താവ് വ്യാപരിക്കുവാൻ തക്കോണം സമർപ്പണത്തോടുകൂടി നമുക്ക് ദിവസങ്ങളിലായിരിക്കുമ്പോൾ ആർക്കെങ്കിലും ഒരാൾക്ക് വചന സൂക്ഷിയുടെ അനുഗ്രഹത്തിനായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, സ്തോത്രം കർത്താവേ, സ്തോത്രം സ്തോത്രം സ്തോത്രം. ഏകകളെ വാത്സല്യമായി സ്നേഹിക്കുന്ന സ്വർഗസ്നായ ഞങ്ങളുടെ പൊന്നു കർത്താവേ, ഈ സന്ധ്യാസമയത്തിനായിട്ട് നന്ദിയോട് സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു കർത്താവേ. ഈ ഒരു പകൽക്കാലം ഞങ്ങളെ വിട്ട് കടന്നുപോയി കർത്താവേ, നിന്റെ കൃപയും പരിപാലന വടിയങ്ങളോട് കൂടെ ഇരുന്ന കൃപയ്ക്കായിട്ട് സ്തോത്രം ചെയ്യുന്നു, സ്തുതിക്കുന്നു കർത്താവേ. നീ അവൻ നല്ലവനല്ലോ, അവന്റെ എന്നേക്കുള്ള രുചിച്ചറിയുവാൻ തക്കവണ്ണം കർത്താവെ ഞങ്ങളുടെ ജീവിതത്തിൽ ഒരു ദിവസം കൂടി കർത്താവ് തരുന്നതിനായിട്ട് സ്തോത്രം ചെയ്യുന്നു കർത്താവെ. ഇന്ന് രാത്രികാലം നിന്റെ ദാസൻ അനേക വിഷയങ്ങളെ, അനേക രോഗികൾക്ക് വേണ്ടി, അനേക കർത്താവ് രാജ്യങ്ങൾക്ക് വേണ്ടി ഒക്കെയും പ്രാർത്ഥിച്ചല്ലോ കർത്താവെ. ഞങ്ങളുടെ പ്രാർത്ഥന തിരുസന്നിധി കർത്താവ് ഒരു നൽദൂതമായി വരുവാൻ തക്കവണ്ണം കർത്താവ് ഞങ്ങളെ സഹായിക്കണമേ. ഏഴകളുടെ ജീവിതത്തിലെ കുറവുകളെല്ലാം ക്ഷമിക്കണമേ കർത്താവെ. കർത്താവ് നിന്റെ സന്നിധാനത്തിൽ അടിയങ്ങളെ സമർപ്പിക്കുന്നു, കടന്നു വന്ന് എല്ലാവരെയും സമർപ്പിക്കുന്നു, വചനം കേൾക്കുന്നവരെ സമർപ്പിക്കുന്നു, വചനം പറയുന്നവരെ സമർപ്പിക്കുന്നു കർത്താവെ. നിന്റെ സന്നിധിയിൽ ഹല്ലേലൂയ നിർമ്മലതയോടെ നിൽപ്പാൻ തക്കവണ്ണം ഞങ്ങൾക്കെല്ലാം കൃപ തരുമാറാകണമേ എന്ന് ഞങ്ങളോട് പ്രാർത്ഥിക്കുന്നു. നാഥാ, നീ ഞങ്ങളെ സഹായിക്കണമേ. നീ വലിയവനായ ദൈവമാണല്ലോ കർത്താവെ, നീ സർവശക്തിയുള്ള കർത്താവാണല്ലോ, സകലത്തിന്റെ മീതെ വസിക്കുന്ന ഞങ്ങളുടെ ദൈവമാണല്ലോ കർത്താവെ. അങ്ങറിയാതെ ഒന്നും സംഭവിക്കുന്നില്ല. എത്ര പ്രതികൂലത്തിന്റെ മധ്യത്തിൽ ഞങ്ങൾ വസിച്ചാലും സ്വർഗത്തിലെ അപ്പച്ചൻ ഞങ്ങൾക്ക് അനുകൂലമെങ്കിൽ പ്രതികൂലമാർ. ഹല്ലേലൂയ, എന്റെ ദൈവകൃപ ഞങ്ങളോട് കൂടെ ഇരിക്കുമാറാകണമേ. ഞങ്ങൾ അങ്ങോട്ട് പ്രാർത്ഥിക്കുന്നു. കർത്താവെ സ്തോത്രം ചെയ്യുന്നു. പാട്ടുപാടിയ സഹോദരിക്കായിട്ട് സ്തോത്രം ചെയ്യുന്നു. കർത്താവ് അനുഗ്രഹിക്കണമേ. ദൈവകൃപ പ്രകാരം കർത്താവെ മുൻപോട്ടുള്ള ജീവിതം മുഴുവനും കർത്താവിന് വേണ്ടി പാടുവാനും കർത്താവെ കുടുംബത്തെ കർത്താവിന് പ്രയോജനമുള്ള കുടുംബമാക്കി തീർക്കുമാറാകണമേ എന്ന് ഞങ്ങൾ അങ്ങോട്ട് പ്രാർത്ഥിക്കുന്നു കർത്താവെ. സ്തോത്രം. ദൈവഗീതം കർത്താവെ ഹല്ലേലൂയ, എല്ലാ ജീവിതത്തിൽ കൂടി അവരവർക്ക് കൊടുത്തിരിക്കുന്ന താലന്റ് കർത്താവിന് വേണ്ടി പ്രയോജനമുള്ളവരാക്കി തീർക്കുവാൻ കർത്താവ് സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുക. അപ്പ അതിന് സംസാരിക്കുന്ന ദാസനായിട്ട് പ്രാർത്ഥിക്കുന്നു. കർത്താവിന്റെ ദാസനെ അനുഗ്രഹിക്കണമേ. കർത്താവിന്റെ കർത്താവെ ഹല്ലേലൂയ, നിന്റെ ദാസനെ കൂടി കേൾപ്പിക്കുവാൻ തക്കവണ്ണം ഞങ്ങളെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അതിനുവേണ്ടി കർത്താവെ ആ ദാസനെ അഭിഷേകം ചെയ്ത് കൊള്ളുമാറാകണമേ. വചനത്താൽ അഭിഷേകം ചെയ്യണമേ കർത്താവെ. ഏത് ശക്തിയോടെ ഈ വചനം എഴുതിയോ അതേ ശക്തിയോടെ എന്റെ ദാസൻ പറയുവാനും കർത്താവെ ഞങ്ങളുടെ ഹൃദയങ്ങൾക്ക്, ഞങ്ങളുടെ മനസ്സിന്, ഞങ്ങളുടെ ശരീരങ്ങൾക്ക് കർത്താവെ ഹല്ലേലൂയ എല്ലാവർക്കും വിടലായിരിക്കാൻ കർത്താവ് സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. വചനം ശുദ്ധീകരിക്കുന്നതാണല്ലോ കർത്താവെ. ഞങ്ങളെ ശുദ്ധീകരിക്കണമേ കർത്താവെ. കുറവുകളെ മാറ്റണമേ കർത്താവെ. ഒന്ന് കഴുകണമേ കർത്താവെ. വചനത്തിൽ കൂടി ഞങ്ങൾ ശുദ്ധീകരണം പ്രാപിക്കട്ടെ. കർത്താവിന്റെ വരവിന് വേണ്ടി ഒരുക്കുവാൻ ഹല്ലേലൂയ ഞങ്ങളെ മുഖാന്തരമാക്കി തീർക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ദാസനെയും ദാസന്റെ കുടുംബത്തെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ഹല്ലേലൂയ, മാതാപിതാക്കളെ ഓർത്ത് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവെ. സ്വർഗ്ഗം അനുഗ്രഹിക്കുവാനാകണമേ. ദൈവമേ, ആ കുടുംബത്തെ മാനിക്കണമേ. ദൈവത്തെ കർത്താവെ വിശ്വസ്തയോടെ സേവിക്കുന്ന ആ കുടുംബം ദൈവത്തിൽ അനുഗ്രഹിക്കപ്പെടുവാൻ സഹായിക്കണമേ. ഞങ്ങൾ അങ്ങോട്ട് പ്രാർത്ഥിക്കുന്നു. കടന്നു വന്ന എല്ലാ കുടുംബങ്ങൾക്കായിട്ട് സ്തോത്രം. കർത്താവ് പ്രത്യേകിച്ച് ബ്രദർസാദിനെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. വിജയം കുഞ്ഞുങ്ങളെ മാതാവിനെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. അവരെ കൊണ്ട് ജയിക്കുന്ന പ്രവർത്തനങ്ങളെ എല്ലാം സ്വർഗ്ഗം മാനിക്കണമേ കർത്താവെ. ദൈവനാമഹത്വത്തിനാക്കി കർത്താവെല്ലാം മാറ്റിമറകണമേ. അവരുടെ പ്രാർത്ഥനാ വിഷയങ്ങൾക്ക്, രഹസ്യം പരസ്യമായ വിഷയങ്ങൾക്ക് സ്വർഗ്ഗം മറുപടി കൊടുത്ത് സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ആ കുടുംബത്തിലെ ദിവസങ്ങളിൽ കർത്താവിന്റെ വലിയ അനുഗ്രഹം
കാണുവാനും ദൈവത്തെ മഹത്വപ്പെടുത്തുവാനും ഇഴകൾക്കെല്ലാം കൃപ തന്ന് ഞങ്ങളെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കടന്നു പോകുന്ന എല്ലാ കുടുംബങ്ങളെ അനുഗ്രഹിക്കണമേ. വചനം കൊണ്ട് ഞങ്ങളെ ശുദ്ധീകരിക്കണമേ. കർത്താവെ കരങ്ങളിൽ താഴ്ത്തി ഏൽപ്പിക്കാനപ്പ. കർത്താവ് ഇന്ന് രാത്രികാലം ഞങ്ങളെ ഒന്നിച്ച് അനുഗ്രഹിക്കണമേ. ദൈവത്തിന്റെ അനുഗ്രഹങ്ങൾ അനുഭവിച്ചറിയുവാൻ, ഞങ്ങൾ രുചിച്ചറിയുവാൻ, ഞങ്ങളിൽ നിന്ന് ഒന്ന് അനുഭവിപ്പാൻ തക്കവണ്ണം ഇന്ന് രാത്രികാലം ഞങ്ങളുടെ ഹൃദയങ്ങളെ ഞങ്ങൾ കർത്താവിന്റെ ലോകത്ത് ചാരട്ട് കർത്താവെ ഒന്ന് പ്രിപ്പയർ ചെയ്താട്ട് കർത്താവെ കഴുകണമേ. കർത്താവെ സ്തോത്രം. ഞങ്ങളുടെ കുറവുകളെല്ലാം മാറിപ്പോകട്ടെ കർത്താവെ. നിർമ്മലതയോടെ പാളകൃപ ഞങ്ങൾ അനുഗ്രഹിച്ചാട്ട് കർത്താപ്പച്ചൻ പ്രാർത്ഥന കേട്ടതിനായിട്ട് സ്തോത്രം സ്തോത്രം സ്തോത്രം. യേശുവിന്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു താഴ്മയോടെ കേൾക്കുമാറാണമേ സ്വർഗീയ പിതാവേ. ആമേൻ. ആമേൻ. പ്രൈസ് ദി ലോർഡ്. പ്രാർത്ഥിപ്പാന്റെ കോണം കർത്താവിന്റെ ദാസിയെ കർത്താവ് ബലപ്പെടുത്തിയതിനായി സ്തോത്രം. ഇന്ന് രാത്രികാലം നമുക്ക് ഹല്ലേലൂയ ദൈവസന്നിധിയിൽ വചന കേൾവിക്കായിട്ട് സമർപ്പിക്കാം. കഴിഞ്ഞ ദിവസം നാം കേട്ടതുപോലെ നോഹ വിശ്വാസത്താൽ ഹല്ലേലൂയ തന്റെ ഭയഭക്തി മൂലം ഹല്ലേലൂയ വിശ്വാസത്താൽ ഉള്ള നീതിക്ക് അവകാശിയായി തീർന്നു എന്ന് ദൈവദാസൻ ഓർമ്മിപ്പിച്ചുവല്ലോ. അതെ, നമ്മുടെ ജീവിതത്തിലും ആ ഒരു ഭയഭക്തി, ദൈവത്തോടുള്ളൊരു ഭയം, ദൈവവചനത്തോടുള്ള ഭയം, ദൈവവചനത്തിനുള്ള അനുസരണം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നുവെങ്കിൽ തീർച്ചയായിട്ടും ഹല്ലേലൂയ വിശ്വാസ വീരന്മാരുടെ പട്ടികയിൽ നാമമായി തീരും. ഹല്ലേലൂയ സ്തോത്രം. നല്ല ബുദ്ധിയുള്ളവരായിരിക്കാൻ തക്കവണ്ണം, ദൈവവചനം കേട്ടിട്ട് അതനുസരിച്ച് പ്രവർത്തിക്കുന്നവരായിരിക്കാൻ തക്കവണ്ണം നമുക്കും ഈ വിശ്വാസ വീരന്മാരെ കുറിച്ചുള്ള പഠനം അനുഗ്രഹത്തിന് കാരണമായി തീരട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. വചന സൃഷ്ടിക്കായിട്ട് കർത്താവിന്റെ ദാസൻ ഇവാഞ്ചലിസ്റ്റ് ബോബ് പുല്ലമ്പള്ളി മിഡ്ലാൻഡിൽ നിന്ന് കർത്താവിന്റെ ദാസനെ ലൈനിലേക്ക് ക്ഷണിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ദൈവനാമത്തിന് മാത്രം ഉണ്ടാകട്ടെ. ഒരിക്കൽ കൂടി ദൈവമക്കളോടൊത്ത് ദൈവവചനവുമായി കടന്നു വരാൻ ദൈവം സഹായിച്ചതോർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ദൈവദാസൻ ഓർപ്പിച്ചതുപോലെ കഴിഞ്ഞ 2 ആഴ്ചയ്ക്ക് മുമ്പ് ദൈവവചനവുമായി ദൈവമക്കളോടൊത്ത് അല്പസമയം ദൈവം നൽകിയ ആലോചനകൾ ഷെയർ ചെയ്യാൻ ദൈവം സഹായിച്ചു. അതിന് തുടർച്ചയായിട്ട് ചില കാര്യങ്ങൾ കൂടി ആ വിഷയത്തെ കുറിച്ച് ഓർപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. ദൈവമക്കൾ പ്രാർത്ഥിക്കണമെന്ന് അപേക്ഷിക്കുന്നു. കഴിഞ്ഞ പ്രാവശ്യം ഞാൻ പറഞ്ഞതുപോലെ എൻ്റെ കയ്യിൽ ഇംഗ്ലീഷ് ബൈബിളാണ്. അതുകൊണ്ട് വാക്യങ്ങൾ ആരെങ്കിലും റെഫറൻസസ് പറയുമ്പം വായിച്ച് സഹായിക്കുകയാണെങ്കിൽ ഉപകാരമായിരുന്നു. ദേവദാസൻ ഓർപ്പിച്ചതുപോലെ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ചിന്തിച്ചത് വിശ്വാസത്തെ കുറിച്ചാണ്. എബ്രായർക്ക് എഴുതിയ ലേഖനം അതിന്റെ 10-ാം അധ്യായം 38-ഉം 39-ഉം വാക്യങ്ങൾ ആദ്യമായി നമുക്ക് വായിക്കാം ഒരു പ്രാവശ്യം കൂടെ. അധ്യായം 1 മുതലുള്ള വാക്യങ്ങൾ. എബ്രായർ 11-ാം അധ്യായം 1 മുതലുള്ള 10-ാം അധ്യായത്തിന്റെ 38. എന്നാൽ എന്റെ നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കും. പിന്മാറുന്നു എങ്കിൽ എന്റെ ഉള്ളത്തിന് അവനിൽ പ്രസാദമില്ല. നാമോ നാശത്തിലേക്ക് പിന്മാറുന്നവരുടെ കൂട്ടത്തിലല്ല, വിശ്വസിച്ച് ജീവരക്ഷ പ്രാപിക്കുന്നവരുടെ കൂട്ടത്തിലത്രേ ആകുന്നു. നാശത്തിലേക്ക് പിന്മാറുന്നവരുടെ കൂട്ടത്തിലല്ല, എന്നാൽ വിശ്വസിച്ച് ജീവരക്ഷ പ്രാപിക്കുന്നവരുടെ കൂട്ടത്തിലാകുന്നുവെന്ന് നമ്മൾ ചിന്തിക്കാൻ അല്പസമയം വിശ്വസിച്ച് ജീവരക്ഷ എങ്ങനെയാണ് നമ്മൾ പ്രാപിക്കുന്നതെന്ന് ആദ്യമായി ചിന്തിച്ചു. അതിനുശേഷം നമ്മൾ സമർപ്പിച്ചതുപോലെ വിശ്വാസത്തിന്റെ മാതൃക കാണിച്ച പഴയ നിയമത്തിൽ നിന്നുള്ള ചില ഉദാഹരണങ്ങൾ നമുക്ക് ചിന്തിക്കാനിടയായി. വിശ്വാസം എന്ന് നമ്മളെ പഠിപ്പിക്കാനായിട്ട് നൽകിയ ഈ അധ്യായത്തിൽ പഴയ നിയമത്തിൽ വിശ്വാസ ജീവിതം എങ്ങനെയെന്ന് ജീവിച്ച് കാണിച്ച ചില വ്യക്തികളെ അല്പമായി ചിന്തിക്കാനിടയായി. നമുക്ക് ഹാബേലിനെ കുറിച്ചും ഹാനോക്കിനെ കുറിച്ചും നോഹയെ കുറിച്ചുമാണ് ചിന്തിക്കാനിടയായത്. അതിന് തുടർച്ചയായി ചില കാര്യങ്ങൾ ഓർപ്പിക്കാൻ ആഗ്രഹിക്കുന്നു നമുക്ക്. എന്നാൽ ആദ്യം നമ്മൾ വായിച്ചല്ലോ 39-ാം വാക്യം, 10-ാം അധ്യായം 39-ാം വാക്യം. എന്നാൽ നാശത്തിലേക്ക് പിന്മാറുന്ന കൂട്ടത്തിൽ അല്ല, പിന്മാറുന്നവരുടെ കൂട്ടത്തിലല്ല, നാമോ നാശത്തിലേക്ക് പിന്മാറുന്നവരുടെ കൂട്ടത്തിലല്ല, വിശ്വസിച്ച് ജീവരക്ഷ പ്രാപിക്കുന്നവരുടെ കൂട്ടത്തിലത്രേ. അതിനെക്കുറിച്ച് ചില കാര്യങ്ങൾ കൂടി ഓർപ്പിക്കാൻ ദൈവം എൻ്റെ ഹൃദയത്തിൽ
പ്രേരണ നൽകിയതുകൊണ്ട് നമുക്ക് ചില കാര്യങ്ങളുടെ അതിനെക്കുറിച്ച് ചിന്തിക്കാം. നമ്മൾ 11-ാം അധ്യായത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് നമുക്ക് പിന്മാറുന്നവരുടെ കൂട്ടത്തിലല്ല എന്നുള്ള എന്നാൽ വിശ്വസിച്ച് ജീവരക്ഷ പ്രാപിക്കുന്നവരുടെ കൂട്ടത്തിൽ ആണ് എന്ന് അവിടെ വായിച്ചല്ലോ. അതിനെക്കുറിച്ച് ചില കാര്യങ്ങളോട് നമ്മൾ ചിന്തിച്ചിട്ട് 11-ാം അധ്യായത്തിലെ ഉദാഹരണങ്ങളിലേക്ക് നമുക്ക് വീണ്ടും കടക്കാം. നമുക്ക് എബ്രായർക്കെഴുതിയ ലേഖനം തന്നെ 3-ാം അധ്യായം അതിന്റെ 18-19 വാക്യങ്ങൾ വായിക്കാം. അവരുടെ ശവങ്ങൾ മരുഭൂമിയിൽ വീണുപോയി, എന്റെ സ്വസ്ഥതയിൽ പ്രവേശിക്കയില്ല എന്ന് ആണയിട്ടത് അനുസരണം കെട്ടവരോടല്ലാതെ പിന്നെ ആരോടാകുന്നു. ഇങ്ങനെ അവിശ്വാസം നിമിത്തം അവർക്ക് പ്രവേശിപ്പാൻ കഴിഞ്ഞില്ല എന്ന് നാം കാണുന്നു. അവിശ്വാസം നിമിത്തം പ്രവേശിക്കാൻ കഴിഞ്ഞില്ല. ഇവിടെ മലയാളത്തിൽ അനുസരണം കെട്ടവർ എന്നാണ് എഴുതിയിരിക്കുന്നത്. എന്നാൽ ഇംഗ്ലീഷിൽ എഴുതിയിരിക്കുന്നത് ടു ദം ദാറ്റ് ബിലീവ്ഡ് നോട്ട്. പ്രവേശിക്കാൻ കഴിയാത്തവരാരായിരുന്നു? അനുസരണം കെട്ടവരായിരുന്നില്ലയോ എന്നല്ല, ഇംഗ്ലീഷില് വിശ്വസിക്കാഞ്ഞവരായിരുന്നില്ലയോ എന്നാണ് 18-ാം വാക്യത്തിൽ. 19-ാം വാക്യത്തിൽ വീണ്ടും ആവർത്തിച്ച് പറയുന്നു അവിശ്വാസം നിമിത്തമാണ് അവർക്ക് പ്രവേശിക്കാൻ കഴിയാത്തത്. അപ്പൊ നമുക്കറിയാം ഇത് ഇസ്രായേൽ മക്കളെ കുറിച്ചാണ് പറയുന്നത്. ഇവിടെ എഴുതിയിരിക്കുന്നത് ഇസ്രായേൽ മക്കൾ, നമുക്കറിയാം മിസ്രൈമിൽ നിന്ന് പുറപ്പെട്ട ഇസ്രായേൽ മക്കളുടെ കൂട്ടത്തിൽ നിന്ന് കനാനിൽ പ്രവേശിക്കാൻ സാധിച്ചത്, അതായത് ദൈവം പഴയ നിയമത്തിൽ നമുക്ക് നിഴലായി നിത്യ സ്വസ്ഥതയെക്കുറിച്ച് ദൈവം ഇവിടെ പറയുന്നത് അത് നിഴലായിട്ടാണ്. ഇസ്രായേൽ മക്കളുടെ മരുഭൂയാത്രയും കനാനിലേക്കുള്ള പ്രവേശനവും നമ്മുടെ നിത്യതയ്ക്ക് നിഴലായിട്ടാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. അവിടെ പറഞ്ഞിരിക്കുന്നത് ദൈവം ഈ സ്വസ്ഥതയിൽ പ്രവേശിക്കാഞ്ഞവരുടെ കൂട്ടത്തിൽ, അതായത് മിസ്രൈമിൽ നിന്ന് പുറപ്പെട്ട ഇസ്രായേൽ മക്കളുടെ കൂട്ടത്തിൽ കനാനിൽ പ്രവേശിക്കാൻ സാധിക്കാതെ വന്നവര് വിശ്വസിക്കാത്തവരായിരുന്നു. നമുക്കറിയാം കനാൻ നാട് ഉറ്റുനോക്കാൻ അവർ പോയപ്പോൾ അവര് യോശുവയും കാലേബും മാത്രമേ വിശ്വസിച്ച് ദൈവം നമുക്ക് ഈ ദേശം അവകാശമായി നൽകും എന്ന് വിശ്വസിച്ചുള്ളൂ. ബാക്കി ആരും തന്നെ വിശ്വസിക്കാൻ തയ്യാറല്ലായിരുന്നു. ദൈവം അവർക്ക് ജയം നൽകുമെന്നും ദൈവം അവർക്ക് വേണ്ടി പ്രവർത്തിച്ച് അവരെ കനാൻ നാട്ടിലെത്തിക്കും എന്നും അവർക്ക് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. എന്നാൽ ഇവിടെ 19-ാം വാക്യത്തിൽ നമ്മൾ വായിച്ചെങ്കിൽ അതിന് മേളിലോട്ട് വായിച്ചാല് 7-ാം വാക്യത്തിൽ എഴുതിയിട്ടുണ്ട്, പരിശുദ്ധാത്മാവ് ഇങ്ങനെ പറയുന്നു, ഇന്ന് നിങ്ങൾ അവന്റെ ശബ്ദം കേൾക്കുന്നുവെങ്കിൽ മരുഭൂമിയിൽ വെച്ച് പരീക്ഷാ ദിവസത്തിലെ മത്സരത്തിൽ എന്ന പോലെ നിങ്ങളുടെ ഹൃദയം കഠിനമാക്കരുത്. നിങ്ങളുടെ പിതാക്കന്മാർ എന്നെ പരീക്ഷിച്ചു, അവിടെ വെച്ച് നിങ്ങളുടെ പിതാക്കന്മാർ എന്നെ പരീക്ഷിച്ചു, 40 ആണ്ട് എന്റെ പ്രവൃത്തികളെ കണ്ടിട്ടും എന്നെ ശോധന ചെയ്തു. അതുകൊണ്ട് എനിക്ക് ആ തലമുറയോട് നീരസമുണ്ടായി. അവർ എപ്പോഴും തെറ്റിപ്പോകുന്ന ഹൃദയമുള്ളവർ എന്നും എന്റെ വഴികളെ അറിയാത്തവർ എന്നും ഞാൻ പറഞ്ഞു. അവർ എന്റെ സ്വസ്ഥതയിൽ പ്രവേശിക്കയില്ല എന്ന് ഞാൻ എന്റെ ക്രോധത്തിൽ സത്യം ചെയ്തു. അവർ എന്റെ സ്വസ്ഥതയിൽ പ്രവേശിക്കയില്ല. ആര്? ദൈവത്തെ പരീക്ഷിക്കുകയും ദൈവത്തെ വിശ്വസിക്കാതെ. അവിടെ എഴുതിയിരിക്കുന്നത് എന്തുവാ? ദേ പ്രൂവ്ഡ്. അവരെന്നെ 9-ാം വാക്യത്തിൽ നിങ്ങളുടെ പിതാക്കന്മാർ എന്നെ പരീക്ഷിക്കുകയും എന്റെ പ്രവർത്തികളെ കണ്ടിട്ടും ശോധന ചെയ്തു. ദൈവത്തെ അവർ ശോധന ചെയ്തു. അവർ ദൈവത്തിന്റെ പ്രവർത്തികൾ 40 ആണ്ട് കണ്ടിട്ടും അവർക്ക് അവരെ മിസ്രൈമിൽ നിന്ന് വിടുവിച്ച ദൈവത്തിൽ വിശ്വസിക്കാൻ സാധിച്ചില്ല. അതുകൊണ്ട് ദൈവം അവരോട് പറഞ്ഞു, നിങ്ങൾ എപ്പോഴും നിങ്ങളുടെ പ്രവൃത്തികളിൽ തെറ്റുന്നവരെന്നല്ല പറഞ്ഞത്. എന്താണ് പറഞ്ഞത്? നിങ്ങളുടെ ഹൃദയത്തിൽ നിങ്ങൾ എപ്പോഴും തെറ്റുന്നവരാണ്
എന്റെ വഴികൾ നിങ്ങൾ അറിഞ്ഞിട്ടില്ല. ആമേൻ. ഹല്ലേലൂയ. സ്തോത്രം. നിങ്ങൾ ചെയ്യുന്നത്, നിങ്ങൾ യാഗം അർപ്പിക്കുന്നില്ല എന്നല്ല ദൈവം പറഞ്ഞത്, നിങ്ങൾ പ്രാർത്ഥിക്കുന്നില്ല എന്നല്ല, ഉപവസിക്കുന്നില്ല എന്നല്ല ദൈവം പറഞ്ഞത്, നിങ്ങളുടെ ഹൃദയത്തിൽ നിങ്ങൾ തെറ്റുന്നു. 10-ാം വാക്യം ഒന്നുകൂടെ വായിക്കാം. 10-ാം വാക്യം. അതുകൊണ്ട് എനിക്ക് ആ തലമുറയോട് നീരസമുണ്ടായി. അവർ എപ്പോഴും തെറ്റിപ്പോകുന്ന ഹൃദയമുള്ളവർ എന്നും എന്റെ വഴികളെ അറിയാത്തവർ എന്നും ഞാൻ പറഞ്ഞു. അവരുടെ ഹൃദയത്തിലായിരുന്നു അവർ തെറ്റിപ്പോകുന്നത്. നമുക്ക് അപ്പോസ്തല പ്രവൃത്തി 7-ാം അധ്യായത്തിൽ കടന്നു. ഇവിടെ സ്തേഫാനോസ് നൽകുന്ന ഒരു പ്രസംഗമാണ്. നമുക്കറിയാം, അതിന്റെ 39-ാം വാക്യമായി, നമ്മുടെ പിതാക്കന്മാർ അവന് കീഴ്പ്പെടുവാൻ മനസ്സില്ലാതെ അവനെ തള്ളിക്കളഞ്ഞു, ഹൃദയം കൊണ്ട് മിസ്രയീമിലേക്ക് പിന്തിരിഞ്ഞു. അഹരോനോട് ഞങ്ങൾക്ക് മുമ്പായി നടപ്പാൻ ദൈവങ്ങളെ ഉണ്ടാക്കി തരിക, ഞങ്ങളെ മിസ്രയീമിൽ നടത്തിക്കൊണ്ടുവന്ന ആ മോശയ്ക്ക് എന്ത് സംഭവിച്ചു എന്ന് ഞങ്ങൾ അറിയുന്നില്ലല്ലോ എന്ന് പറഞ്ഞു. അപ്പൊ അവര് മിസ്രയീമിലേക്ക് ഹൃദയം കൊണ്ട് തിരിഞ്ഞു. അവർ ഫിസിക്കലി മരുഭൂമിയിലായിരുന്നു. അവർ ഫിസിക്കലി ജീവിതത്തിൽ കടന്നു പോകുന്നത് ദൈവം അവരെ നടത്തുന്ന വഴിയിലായിരുന്നു. അവർ ഫിസിക്കലി അനുഭവിക്കുന്നത് ദൈവത്തിന്റെ അനുഗ്രഹങ്ങളായിരുന്നു. ദൈവത്തിന്റെ അത്ഭുതങ്ങൾ സ്ഥിരമായി ദിനംതോറും കണ്ട് ജീവിക്കുന്ന ഒരു ജനം ഹൃദയം കൊണ്ട് മിസ്രയീമിലേക്ക് അവർ തിരിഞ്ഞു. ഹല്ലേലൂയ. സ്തോത്രം. ദിനം തോറും അവർ ദൈവത്തിന്റെ പ്രവർത്തികൾ കണ്ടു. അതാണ് 103-ാം സങ്കീർത്തനത്തിൽ എഴുതിയിട്ടുണ്ട്, അവന്റെ വഴികളെ മോശയ്ക്കും അവന്റെ പ്രവർത്തികളെ. അവർ ദൈവത്തിന്റെ പ്രവർത്തികൾ കണ്ടെങ്കിലും ദൈവത്തിന്റെ വഴികൾ അവർക്കറിയാൻ സാധിച്ചില്ല. മോശയ്ക്ക് അറിയാൻ സാധിച്ചു. ദൈവത്തിന്റെ ഹൃദയം എന്തെന്നും ദൈവത്തിന്റെ വഴികൾ എന്തെന്നും തിരിച്ചറിയാൻ സാധിച്ചില്ല അവർക്ക്. ഹൃദയം കൊണ്ട് എപ്പോഴും അവർ തെറ്റിപ്പോവുകയും ഹൃദയം കൊണ്ട് അവർ മിസ്രയീമിനെ സ്നേഹിക്കുകയും ചെയ്തവരായിരുന്നു. ദൈവത്തിന്റെ വലിയ അത്ഭുത വിടുതൽ അവരുടെ പാപത്തിൽ നിന്ന്, അവരുടെ അടിമത്തത്തിൽ നിന്ന്, അവരുടെ ബന്ധനങ്ങളിൽ നിന്ന് അവർ പ്രാപിച്ചിട്ടും വലിയ അത്ഭുത കരം കൊണ്ട് അവർ മിസ്രയീം വിടുകയും അവർ ചെങ്കടൽ കടക്കുകയും അവർ ദൈവത്തിന്റെ പ്രൊവിഷൻസ് ദിനംതോറും അനുഭവിച്ച് ജീവിച്ചെങ്കിലും അവർ ഹൃദയം കൊണ്ട് മിസ്രയീമിനെ സ്നേഹിച്ചു. ദൈവത്തിന്റെ ആത്മാവ് നമ്മോട് തന്നെ ചോദിക്കുന്നത് നമ്മളുടെ ഹൃദയം എവിടെയെന്നാണ്. കർത്താവ് പറഞ്ഞല്ലോ, നിങ്ങളുടെ നിക്ഷേപം എവിടാണ് സ്വരൂപിക്കേണ്ടത്? സ്വർഗത്തിൽ ആണ്. നിങ്ങളുടെ നിക്ഷേപം ഇരിക്കുന്നിടത്താണ് നിങ്ങളുടെ ഹൃദയവും ഇരിക്കുന്നത് എന്നാണ് നമ്മുടെ കർത്താവ് പറഞ്ഞത്. Where your treasure is, there will your heart be also. നമ്മുടെ ഹൃദയത്തിലുള്ള നമ്മുടെ ആഗ്രഹങ്ങളും നമ്മുടെ ഉദ്ദേശങ്ങളുമാണ് ദൈവം ചോദന ചെയ്യുന്നതും അറിയുന്നതും ദൈവത്തിന് നന്നായി തിരിച്ചറിയാൻ സാധിക്കുന്നത്. Although our works and our actions may convince others, നമ്മുടെ ഭക്തി നമുക്ക് പ്രദർശിപ്പിക്കാൻ കഴിയുമെങ്കിലും നമ്മുടെ ഹൃദയം കൊണ്ട് നമ്മൾ മിസ്രയീമിനെയാണോ സ്നേഹിക്കുന്നത്, നമ്മൾ കാണാത്ത ആ കനാനിനെയാണോ സ്നേഹിക്കുന്നത് എന്ന് നമ്മൾ ചിന്തിച്ചറിയണം. ഇതാണ് അവരുടെ ഹൃദയത്തിൽ വന്ന വിശ്വാസം. They turned back in their heart. They could not, although they saw miracles like nobody else has ever seen before. ഇന്നത്തെ ലോകത്തും അന്നത്തെ ലോകത്തും യാതൊരു മനുഷ്യനും കാണാത്ത അത്ഭുതങ്ങളാണ് ആ ജനം കണ്ടത്. വലിയ ദൈവപ്രവൃത്തികൾ കണ്ടിട്ടും ആ ദൈവത്തിൽ വിശ്വസിക്കാൻ അവർക്ക് സാധിച്ചില്ല. ദൈവം നമ്മളെ നടത്തുന്ന അത്ഭുത വഴികൾ നമ്മൾ കണ്ട് ജീവിക്കുമ്പോൾ ആ അത്ഭുതങ്ങൾ അനുഭവിച്ച് അല്ലെങ്കിൽ അനുഗ്രഹങ്ങൾ അനുഭവിച്ച് ജീവിക്കുക, ദൈവത്തിൽ നിന്ന് നമ്മൾ നേടി, ദൈവത്തിൽ നിന്ന് നമ്മൾ അനുഗ്രഹങ്ങൾ പ്രാപിച്ച് അതിന്റെ സന്തോഷത്തിൽ കടന്നുപോയി നമ്മുടെ ഹൃദയം കൊണ്ട് ദൈവത്തിൽ നിന്ന് അകലാനിടയാകൽ. അവിടെ എഴുതിയിരിക്കുന്ന 3-ാം അധ്യായത്തിൽ 11-ാം വാക്യം വായിക്കാം.
ഹീബ്രൂസ് അല്ലേ? ഹീബ്രൂസ് chapter 3 verse 12. സഹോദരന്മാരെ, ജീവനുള്ള ദൈവത്തെ ത്യജിച്ചു കളയാതിരിക്കേണ്ടതിന് അവിശ്വാസമുള്ള ദുഷ്ടഹൃദയം നിങ്ങളിൽ ആർക്കും ഉണ്ടാകാതിരിപ്പാൻ നോക്കുവീൻ. അവിശ്വാസമുള്ള ദുഷ്ടഹൃദയം, ജീവനുള്ള ദൈവത്തെ നമ്മൾ ത്യജിച്ചു കളയുവാണ് നമ്മുടെ ഹൃദയത്തിൽ ഈ അവിശ്വാസം വരുന്നത്. Do not have this evil heart of unbelief so that you will unknowingly depart from the living God. ഈ ജീവനുള്ള ദൈവത്തെ അറിയാൻ സാധിച്ചത് നമുക്ക് എന്തോ ഒരു ഭാഗ്യാവസ്ഥയാണ്, അനേകർക്ക് ലഭിക്കാത്ത ഒരു ഭാഗ്യാവസ്ഥയാണ്. എന്നാൽ ഈ ജീവനുള്ള ദൈവത്തെ നമ്മൾ മനഃപൂർവ്വം ത്യജിച്ചു കളഞ്ഞ് അവിശ്വാസത്തിൽ ജീവിക്കുക എന്നുള്ളത് നമ്മുടെ ജീവിതത്തിൽ വളരെ നഷ്ടം ഉള്ള ഒരു കാര്യമാണ്. അവിടെ അടുത്ത വാക്യത്തിൽ എഴുതിയിരിക്കുന്നത് എന്താണ്? നിങ്ങൾ ആരും പാപത്തിന്റെ ചതിയിൽ കഠിനപ്പെടാതിരിക്കേണ്ടതിന് ഇന്ന് എന്ന് പറയുന്നിടത്തോളം നാൾതോറും അന്യോന്യം പ്രബോധിപ്പിച്ചുകൊള്ളുവീൻ. ആദ്യ വിശ്വാസം പാപത്തിന്റെ ചതിയിൽ കഠിനപ്പെടാതിരിക്കേണ്ടതിന് പ്രബോധിപ്പിക്കുക എന്നാണ്. അതാണ് ഇവിടെ നടക്കുന്നത്. നമ്മൾ പാപത്തിന്റെ ചതിയിൽ, അപ്പോ അവിടെ നേരത്തെ നമ്മൾ വായിച്ചത് എന്താണ്? ഇന്ന് നിങ്ങൾ അവന്റെ ശബ്ദം കേൾക്കുകയാണെങ്കിൽ നിങ്ങളുടെ ഹൃദയം കഠിനപ്പെടരുത് എന്നാണ് നമ്മൾ വായിച്ചത്. എന്നാൽ ആ കഠിനപ്പെടാനുള്ള കാരണം എന്താണ്? അവിടെ വായിച്ചത് പാപത്തിന്റെ ചതി നിമിത്തമാണ്. The deceitfulness of sin, the deceitfulness of the glitter and glamour of this world, the deceitfulness of the pleasures of the flesh. ആ ഡിസീറ്റ്ഫുൾനെസ് നിമിത്തമാണ് ദൈവശബ്ദം കേട്ടിട്ടും അത് അനുസരിക്കാനോ ജീവിതത്തിൽ അത് നമ്മൾ പ്രായോഗികമായി നിവർത്തിക്കാനോ നമുക്ക് മനസ്സ് വരാത്തതിന്റെ കാരണം പാപത്തിന്റെ ചതി നിമിത്തമാണ്. ശിംശോനെ കുറിച്ച് നമ്മൾ വായിക്കുമ്പോൾ നമുക്കറിയാം, ശിംശോൻ, നമുക്ക് അതിശയം തോന്നും ശിംശോനെ കുറിച്ച് ചില കാര്യങ്ങൾ വായിക്കുമ്പോൾ. എന്നാൽ നമ്മുടെ ജീവിതത്തിലും ഇത് തന്നെ സംഭവിക്കാറുണ്ട്. ശിംശോനെ കുറിച്ച് എഴുതിയിരിക്കുന്നത് ശിംശോന്റെ മുറിയിൽ, അന്നത്തെ വീടുകൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇന്നത്തെ വീടുകളെ പോലെ വലിയ വീടുകളൊന്നും അല്ലായിരുന്നു. He was an ordinary man. ശിംശോന്റെ സ്വന്തം മുറിയിൽ ശിംശോൻ ആയിരുന്ന മുറിയിൽ ഫിലിസ്തീയർ കാത്തിരുന്നിട്ടും ശിംശോന് തിരിച്ചറിയാൻ കഴിഞ്ഞില്ല. അതിന്റെ കാരണം he was lost in the pleasures of sin. നമ്മുടെ ജീവിതത്തിൽ നമ്മളെ തോൽപ്പിക്കുന്ന, നമ്മളെ നശിപ്പിക്കുന്ന സാഹചര്യങ്ങൾ കടന്നു വരുമ്പോഴും നമ്മുടെ ഹൃദയം കഠിനപ്പെട്ട് അത് തിരിച്ചറിയാൻ സാധിക്കാത്തതിന്റെ കാരണം പാപത്തിന്റെ ചതിയാണ്. പാപത്തിന്റെ ചതി നിമിത്തം ശത്രു നമ്മുടെ ജീവിതത്തിൽ, നമ്മുടെ ഭവനത്തിൽ, നമ്മുടെ കുഞ്ഞുങ്ങളുടെ നടുവിൽ പതിയിരുന്നാലും നമുക്ക് തിരിച്ചറിയാൻ സാധിക്കില്ല. അത് നിമിത്തം ശിംശോന് വന്നതുപോലെ അന്ധത കടന്നു വന്ന് നമ്മുടെ ശക്തി നഷ്ടപ്പെട്ട് ദൈവത്തിനു വേണ്ടിയും ദൈവം ഏൽപ്പിച്ചത് പ്രവർത്തിക്കാൻ സാധിക്കാതെ നമ്മൾ പരാജിതരായി ജീവിക്കേണ്ടി വരുന്നത് പാപത്തിന്റെ ചതി നിമിത്തമാണ്. അതുകൊണ്ടാണ് നമ്മൾ അന്യോന്യം പ്രബോധിപ്പിക്കുന്നത്. ഇവിടെ വായിച്ചതുപോലെ എന്താണ് പ്രബോധനം? ദൈവത്തിന്റെ ശബ്ദം ഇന്ന് കേട്ടാൽ, ദൈവത്തിന്റെ വചനം ഇന്ന് കേട്ടാൽ അത് കേട്ടു എന്നുള്ളതിൽ സന്തോഷിക്കുകയല്ല, ഞാനത് തിരിച്ചറിഞ്ഞു, അല്ലെങ്കിൽ ഇന്ന പരിജ്ഞാനം എനിക്ക് ലഭിച്ചു, ഇന്ന അറിവ് എനിക്ക് ലഭിച്ചു എന്നുള്ള സന്തോഷമല്ല. എങ്ങനെ ഞാൻ എൻ്റെ ജീവിതത്തിൽ ദൈവശബ്ദം കേൾക്കുന്നത് പ്രകാരം ഞാൻ ജീവിക്കും, ഞാൻ എങ്ങനെ എന്നെ തന്നെ ത്യജിച്ച് കർത്താവിന്റെ ക്രൂശ് എടുത്ത് അവനെ പിന്തുടരാൻ എനിക്ക് സാധിക്കും. ഇതാണ് വിശ്വാസ ജീവിതം. ഇതാണ് നമ്മൾ തുടർമാനമായി പഠിച്ചുകൊണ്ടിരിക്കുന്നത്. നമുക്ക് എബ്രായർക്ക് എഴുതിയ ലേഖനം 11-ാം അധ്യായത്തിലേക്ക് കടന്നു വരാം. നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന കാര്യത്തിലേക്ക് മടങ്ങി വരാം. നമ്മൾ നോഹയെ കുറിച്ചാണ് ലാസ്റ്റ് ചിന്തിച്ചത്. 7-ാം വാക്യം. അത് നോഹ, നമുക്കറിയാം, ദേവദാസൻ ഓർപ്പിച്ചതുപോലെ
ഭയഭക്തി പൂണ്ട് ദൈവം പറഞ്ഞതുപോലെ തന്നെ ആ പെട്ടകം പണിയാനിടയാണ്. നമ്മൾ പണിയെക്കുറിച്ച് ആണ് ചിന്തിച്ചത്. നമുക്ക് 8-ാം വാക്യം വായിക്കാം. ഇബ്രായർക്ക് എഴുതിയ ലേഖനം 11-ാം അധ്യായം 8-ാം വാക്യം വായിക്കാം. ആരെങ്കിലും വായിച്ച് സഹായിക്കുക. സോറി, ഐ വാസ് മ്യൂട്ടഡ്. വിശ്വാസത്താൽ അബ്രഹാം തനിക്ക് അവകാശമായി കിട്ടുവാനിരുന്ന ദേശത്തേക്ക് യാത്രയാവാൻ വിളിക്കപ്പെട്ടാറെ അനുസരിച്ച് എവിടേക്ക് പോകുന്നു എന്നറിയാതെ പുറപ്പെട്ടു. വിശ്വാസത്താൽ അവൻ വാഗ്ദത്ത ദേശത്ത് ഒരു അന്യദേശത്ത് എന്ന പോലെ ചെന്ന് വാഗ്ദത്തത്തിന് കൂട്ടവകാശികളായ ഇസ്ഹാക്കിനോടും യാക്കോബിനോടും കൂടെ കൂടാരങ്ങളിൽ പാർത്തുകൊണ്ട് ദൈവം ശില്പിയായി നിർമ്മിച്ചതും അടിസ്ഥാനങ്ങളുള്ളതുമായ നഗരത്തിനായി കാത്തിരുന്നു. താഴോട്ട് വായിക്കട്ടെ. വിശ്വാസത്താൽ സാറയും വാഗ്ദത്തം ചെയ്തവനെ വിശ്വസ്തൻ എന്ന് എണ്ണുകയാൽ പ്രായം കഴിഞ്ഞിട്ടും പുത്രോത്പാദനത്തിന് ശക്തി പ്രാപിച്ചു. അതുകൊണ്ട് ഒരുവന് മൃതപ്രായനായവന് തന്നെ പെരുപ്പത്തിൽ ആകാശത്തിലെ നക്ഷത്രങ്ങൾ പോലെയും കടൽപ്പുറത്തെ എണ്ണിക്കൂടാത്ത മണൽ പോലെയും സന്തതി ജനിച്ചു. ഇവരെല്ലാവരും വാഗ്ദത്ത നിവൃത്തി പ്രാപിക്കാതെ ദൂരത്തു നിന്നത് കണ്ട് അഭിവന്ദിച്ചും ഭൂമിയിൽ തങ്ങൾ അന്യരും പരദേശികളുമെന്ന് ഏറ്റുപറഞ്ഞും കൊണ്ട് വിശ്വാസത്തിൽ മരിച്ചു. ഇങ്ങനെ പറയുന്നവർ ഒരു പിതൃദേശം അന്വേഷിക്കുന്നു എന്ന് കാണിക്കുന്നു. അവർ വിട്ടുപോന്നതിനെ ഓർത്തു എങ്കിൽ മടങ്ങിപ്പോകുവാൻ ഇടയുണ്ടായിരുന്നുവല്ലോ. അവരോ അധികം നല്ലതിനെ സ്വർഗീയമായതിനെ തന്നെ കാക്ഷിച്ചിരുന്നു. ആകയാൽ ദൈവം അവരുടെ ദൈവമെന്ന് വിളിക്കപ്പെടുവാൻ ലജ്ജിക്കുന്നില്ല. അവൻ അവർക്കായി ഒരു നഗരം ഒരുക്കിയിരിക്കുന്നുവല്ലോ. വിശ്വാസത്താൽ അബ്രഹാം താൻ പരീക്ഷിക്കപ്പെട്ടപ്പോൾ ഇസ്ഹാക്കിനെ യാഗമർപ്പിച്ചു. ഇസ്ഹാക്കിന്റെ കാര്യം നമുക്ക് പിന്നീട് ചിന്തിക്കാം. താങ്ക് യു. അപ്പോ ഇവിടെ അബ്രഹാമിന്റെ കാര്യമാണ്. നമുക്ക് അബ്രഹാമിന്റെ കാര്യം നമുക്ക് നന്നായി അറിയാവുന്ന കാര്യങ്ങളാണ്. ഇവിടെ വീണ്ടും ഓർപ്പിക്കട്ടെ, നമ്മൾ എന്റെ നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കുന്നു എന്ന് പറയുന്നതിന്റെ അർത്ഥം എന്താണെന്നാണ് അല്പസമയം നമ്മൾ ചിന്തിക്കുന്നത്. അപ്പൊ ഇവിടെ അബ്രഹാമിന്റെ ഉദാഹരണമാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ഇവിടെ പറയുന്നു അബ്രഹാം വിശ്വാസത്താൽ പുറപ്പെട്ടു എന്നുള്ള കാര്യമാണ് ആദ്യം നമ്മൾ വായിച്ചത്. അതായത് അബ്രഹാം എങ്ങോട്ട് പോകുന്നു എന്ന് തിരിച്ചറിയാതെ, എങ്ങോട്ട് പോകുന്നു എന്ന് മനസ്സിലാക്കാതെ ദൈവം വിളിച്ചത് കൊണ്ട് മാത്രം അനുസരിച്ച് പിന്നീട് അവകാശം, ദൈവം വാഗ്ദത്തം ചെയ്ത അവകാശം പ്രാപിക്കും എന്നുള്ള വിശ്വാസത്തോടെ അബ്രഹാം ദൈവം പറഞ്ഞതുപോലെ തന്നെ തനിക്കുള്ളതൊക്കെയും വിട്ടിട്ട് ആ വാഗ്ദത്ത ദേശത്തിലേക്ക് പുറപ്പെട്ടു. അന്യദേശത്ത് കൂടാരങ്ങളിൽ പാർത്ത് മകനോടും കൊച്ചുമക്കളോടൊത്ത് കൂടാരങ്ങളിൽ പാർത്ത് ദൈവം ശില്പിയായി പണിതതും അടിസ്ഥാനവുമിട്ടമായ ഒരു നഗരത്തിനായി കാത്തിരുന്നു. ഇവിടെ അബ്രഹാം ആ ദൈവം ശില്പിയായി പണിത നഗരത്തിനായി കാത്തിരുന്നു എന്ന് പറയുമ്പോൾ അബ്രഹാം പുറപ്പെട്ടപ്പോൾ he did not, ദൈവം എന്നെ വിളിച്ചല്ലോ, ദൈവം പറഞ്ഞല്ലോ, എനിക്ക് വാഗ്ദത്തം പറഞ്ഞല്ലോ, ഞാൻ എന്തുവായാലും ഇവിടെ എത്തി, ഞാനൊരു നഗരം പണിയാൻ പോകുക എന്ന് പറഞ്ഞ് അബ്രഹാം തൻ്റെ തന്നെ പണി തുടങ്ങിയില്ല. ദൈവം പറഞ്ഞ സ്ഥലത്ത് എത്തിയപ്പോഴും ദൈവത്തിന്റെ വാഗ്ദത്തങ്ങൾ തുടർമാനമായി കേട്ടുകൊണ്ടിരുന്നെങ്കിലും ദൈവത്തിന്റെ സമയത്തിനായി കാത്തിരുന്നു. പലപ്പോഴും നമ്മുടെ വിശ്വാസത്തിന്റെ പ്രവൃത്തി എന്ന് പറയുന്നത് പ്രവർത്തിക്കാതിരിക്കുന്നതാണ്. കാത്തിരിപ്പാണ് നമ്മുടെ വിശ്വാസത്തിന്റെ പ്രവൃത്തി എന്ന് പറയുന്നത്. ഇവിടെ അബ്രഹാമിന്റെ വിശ്വാസം എന്ന് പറയുന്നത്, അബ്രഹാം കൂടാരങ്ങളിൽ പാർത്തു, ആ നഗരം പണിയാതിരുന്നു, ദേശത്ത് കടന്നു വന്നു, എങ്കിലും
He did not. നമുക്കറിയാം കൈനെ കുറിച്ച് നമ്മൾ വായിക്കുമ്പോൾ കൈന് ദൈവത്തിന്റെ ഹാബേലിനെ കൊന്നതിന് ശേഷം കൈൻ വേറൊരു സ്ഥലത്തേക്ക് ദൈവം ഒരു അടയാളം ഒക്കെ അവന്റെ മേൽ വെച്ചിട്ട് കൈൻ ഓടിപ്പോകുന്നു. എന്നിട്ട് ഒരു സ്ഥലത്ത് കൈൻ പാർത്തു. അത് ഏദൻ എന്ന് പറയുന്ന സ്ഥലത്ത് ഓൺ ദ ഈസ്റ്റ് ഓഫ് ഈഡൻ എന്ന് പറയും, ഏദന് കിഴക്ക് ഭാഗത്ത് പാർത്തു. എന്നിട്ട് അവിടെ നമുക്ക് ഉൽപ്പത്തി പുസ്തകത്തിലേക്ക് കടന്നു വരാം. 4-ാം അധ്യായം 17-ാം വാക്യം വായിക്കും. 4:17. കയീൻ തന്റെ ഭാര്യയെ പരിഗ്രഹിച്ചു, അവൾ ഗർഭം ധരിച്ച് ഹാനോക്കിനെ പ്രസവിച്ചു. അവരൊരു പട്ടണം പണിതു, ഹാനോക്ക് എന്ന് തന്റെ മകന് പേരിട്ടു. ഹാനോക്കിന് ഈരാദ് ജനിച്ചു. ഈരാദ് മെഹുയാലിനെ ജനിപ്പിച്ചു. മതി അവിടെ ഇംഗ്ലീഷിൽ എഴുതിയിരിക്കുന്നത് ഞാൻ വായിക്കാം, മലയാളത്തിൽ വ്യക്തമായിട്ട് അവിടെ എഴുതിയിട്ടില്ല. Cain knew his wife, and she conceived and bare Enoch. And he builded a city and called the name of the city after the name of his son. ആ പട്ടണത്തിന്റെ പേര് ഹാനോക്ക് എന്നിട്ട്, എന്റെ മകനായ ഹാനോക്ക് എന്നിട്ട്. He went, ദൈവത്തിൽ നിന്ന് അനുഗ്രഹമോ വാഗ്ദത്തമോ പ്രാപിച്ചല്ല, ശാപം പ്രാപിച്ചിട്ട് ഓടിപ്പോയ മനുഷ്യനാണ്. അവിടെ കൈന് his first work was to build a city. യെസ്, മലയാളത്തിലും അത് അങ്ങനെ തന്നെയാണ്. ഞാൻ വായിച്ചത് റോങ് ആയിട്ടാണ്. അവനൊരു പട്ടണം പണിതു, ഹാനോക്ക് എന്ന് തന്റെ മകന്റെ പേരിട്ടു എന്നാണ്. ശരിയാ, മകന്റെ പേര് പട്ടണത്തിനിട്ടു. ദൈവം നമുക്ക് ഏൽപ്പിക്കാത്ത പണിയൊന്നും നമ്മൾ പണിയരുത് എന്ന് കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ഓർപ്പിച്ചു. അതുപോലെ തന്നെ ദൈവം നമുക്ക് വാഗ്ദത്തങ്ങൾ നൽകിയെങ്കിലും ദൈവം അടിസ്ഥാനമിടാത്തതും ദൈവം പണിയാത്തതും ആയ യാതൊരു പണികളും നമ്മുടെ ജീവിതത്തിൽ നമ്മൾ അനുവദിക്കരുത്. അബ്രഹാമിന്റെ വിശ്വാസത്തിന്റെ ഒരു ലക്ഷണം അബ്രഹാം ദൈവത്തിന്റെ പണിക്കായി കാത്തിരുന്നു എന്നാണ്. കഴിഞ്ഞ ആഴ്ച നമ്മൾ നോഹയുടെ പണിയെക്കുറിച്ച് നമ്മൾ പഠിച്ചു. നോഹ പെട്ടകം പണിതത് ഭയഭക്തി പൂണ്ടാണ്. ദൈവം പറഞ്ഞതനുസരിച്ചാണ്, ദൈവം കാണിച്ചു കൊടുത്തതനുസരിച്ചാണ്. എന്നാൽ അബ്രഹാം പണിയാതിരുന്നതും ദൈവത്തിനായി കാത്തിരുന്നാണ്. കൈനെ പോലെ അനേകർ പണിയുന്നുണ്ട്, അവരുടെയും അവരുടെ മക്കളുടെയും പേരുകൾ ഒക്കെ പണിക്ക് കൊടുക്കുന്നുണ്ട്. എന്നാൽ വിശ്വാസത്താൽ ജീവിക്കുന്ന ഒരു വ്യക്തി ദൈവം പറയുന്നതിന് പ്രകാരം മാത്രമേ പണിയാൻ തന്നെ ഏൽപ്പിച്ചു കൊടുക്കുകയുള്ളൂ. ഈവൻ when we minister for God, ദൈവത്തിന് വേണ്ടി നമ്മൾ ദൈവത്തിന്റെ ശുശ്രൂഷകളും വേലകളും ചെയ്യുമ്പോൾ ദൈവം ഇടാത്ത യാതൊരു പണിയും നമ്മൾ പണിയേണ്ട ആവശ്യമില്ല. നമ്മൾ അവിടെ 16-ാം വാക്യത്തിൽ വായിച്ചത് എന്താണ്? ദൈവം അവർക്കായിട്ട് ഒരു നഗരം ഒരുക്കിയിട്ടുണ്ട്. അപ്പൊ അബ്രഹാമിനോട് ദൈവം അനേക വാഗ്ദത്തങ്ങൾ ചെയ്തെങ്കിലും അബ്രഹാമിന്റെ ഹൃദയവും അബ്രഹാമിന്റെ ദൃഷ്ടിയും ദൈവം എന്നെ ഈ ദേശത്ത് വലിയൊരു പ്രഭുവാക്കാൻ പോവുകയാണ് എന്നല്ല അബ്രഹാം ചിന്തിച്ചത്. അതിനുവേണ്ടിയല്ല അബ്രഹാം ജീവിച്ചത്, അതിനുവേണ്ടിയല്ല അബ്രഹാം പ്രവർത്തിച്ചത്. ദൈവം എന്നെ ഈ ദേശത്ത് മാനിക്കാൻ പോകുകയാണ് എന്നോർത്തല്ല അബ്രഹാം ജീവിച്ചത്. അവിടെ എഴുതിയിരിക്കുന്നത് എന്താ? അവർ വിട്ടതിനെ ഓർത്തു എങ്കിൽ, അല്ലെങ്കിൽ ഇഫ് ദേ ഹാഡ് ബീൻ മൈൻഡ്ഫുൾ ഓഫ് ദ കൺട്രി ഫ്രം വേർ ദേ കെയിം, അവർക്ക് പിന്മാറാൻ സാധ്യതയുണ്ടായിരുന്നു. എന്നാൽ അബ്രഹാമിന് പിന്മാറാൻ സാധിക്കാഞ്ഞത് എന്താണ്? നേരത്തെ നമ്മൾ ചിന്തിച്ചതുപോലെ ഇസ്രായേൽ മക്കൾ ഹൃദയത്തിൽ മിസ്രൈമിനെ സ്നേഹിച്ചതുപോലെ അബ്രഹാം സ്നേഹിച്ചില്ല. ആ വിട്ടതിനെ പിന്നീട് അബ്രഹാം ഓർത്തില്ല. അബ്രഹാമിന്റെ യാത്രകളെ കുറിച്ച് നമ്മൾ ചിന്തിക്കുവാണെങ്കിൽ ഉൽപ്പത്തി പുസ്തകം 12-ാം അധ്യായം, എല്ലാ വാക്യങ്ങളും നമുക്ക് വായിക്കാൻ സമയമില്ല.
അവിടെ അബ്രഹാം 12-ാം അധ്യായത്തിൽ നമ്മൾ കടന്നു വരുമ്പോൾ അവിടെ എഴുതിയിരിക്കുന്നത്, അബ്രഹാം ദൈവം പറഞ്ഞതുപോലെ ഹാരാനിൽ വെച്ച് തേരഹ് മരിച്ചു. അത് 11-ാം അധ്യായത്തിന്റെ അവസാനത്തെ വാക്യത്തിൽ എഴുതിയിട്ടുണ്ട്. അതിനുശേഷം ലോത്തിനെയും കൂട്ടി സാറായെയും കൂട്ടി തനിക്ക് ഉള്ളതിനെയും കൂട്ടി അബ്രഹാം പുറപ്പെട്ടു. ഹാരാനിൽ നിന്ന് കനാനിലേക്ക് യാത്രയായി. അവിടെ 5-ാം വാക്യത്തിൽ വായിക്കുന്നത് അവൻ കനാൻ ദേശത്തിലേക്ക് കടന്നു വന്നു. 6-ാം വാക്യത്തിൽ വായിക്കുന്നു അവിടെ ശെഖേം എന്ന് പറയുന്ന സ്ഥലത്ത് കടന്നു വന്നു. പിന്നെ he came unto the plains of More. അവിടെ ആ പ്ലെയിൻ ആയിട്ടുള്ള ആ സ്ഥലത്താണ് അവിടെ അബ്രഹാം ഒരു യാഗപീഠം പണിതു. അതിനുശേഷം അബ്രഹാം അവിടെ നിന്ന് പുറപ്പെട്ട് ഒരു മലയുടെ അടുത്തേക്ക് വന്നു. he came to ബേഥേലിന് കിഴക്കുള്ള മലയ്ക്ക് പുറപ്പെട്ടു. ബേഥേലിന് കിഴക്കുള്ള മലയ്ക്ക് അവിടെ കൂടാരം അടിച്ചു. ബേഥേല് വെസ്റ്റ് സൈഡിലും ഹായ് എന്ന് പറയുന്ന പട്ടണം ഈസ്റ്റ് സൈഡിലുമായിരുന്നു. അവിടെയും ഒരു യാഗപീഠം പണിതു. അപ്പോ പ്ലെയിൻ ആയിട്ടുള്ള സ്ഥലത്തും വന്നു, മൗണ്ടൻ ദേശത്തും വന്നു. ആൻഡ് ഹി വാസ് സ്റ്റിൽ ലിവിങ് ഇൻ ടാബർനാക്കിൾസ് ഇൻ ദാറ്റ് സിറ്റുവേഷൻ. തന്റെ ജീവിതത്തിൽ പിന്നെയും അവിടുന്ന് ബേഥേലിൽ നിന്നും പിന്നെയും യാത്രയായി. പിന്നെ അവിടെ ക്ഷാമമുണ്ടായി. മിസ്രൈമിലേക്ക് കടന്നുപോയി. മിസ്രൈമിൽ യാഗപീഠം പണിതില്ല. തിരിച്ചു വന്ന് നേരത്തെ പണിത യാഗപീഠത്തിന്റെ ആ സെയിം സ്ഥലത്ത് വന്ന് ബേഥേലിൽ വീണ്ടും പാർക്കാനിടയായി. അപ്പൊ നമുക്കറിയാം അബ്രഹാമിന്റെ ജീവിതം എന്ന് പറയുന്നത് ഇറ്റ് വാസ് നോട്ട് എ സ്റ്റേബിൾ സെറ്റിൽഡ് ലൈഫ്. അതിനുള്ള ഓപ്പർച്യൂണിറ്റി ഉണ്ടായിരുന്നെങ്കിലും he chose not to live like that. And he chose not to live like that. ഇപ്പം ലോത്തിനെ കുറിച്ച് നമ്മൾ വായിക്കുമ്പോൾ ലോത്ത് ചൂസ് ചെയ്തെന്ന് പറഞ്ഞാൽ ഒരു സെറ്റിൽഡ് ലൈഫാണ്. സോദോമിൽ പോയി പാർത്തപ്പോൾ ആ യോർദാന്റെ ആ പ്ലെയിൻസിൽ നല്ല സ്ഥലത്ത് പാർത്തപ്പോൾ he built a house. ലോത്ത് അവിടെ കൂടാരത്തിലല്ല പാർത്തത്, ഒരു വീട്ടിലാണ് പാർത്തത്. നമുക്കറിയാം അത് ആ വീടിന് വാതിലുണ്ടായിരുന്നു. ആ വാതിൽ അടയ്ക്കുന്ന കാര്യമൊക്കെ നമ്മൾ വായിക്കുന്നുണ്ട്. പക്ഷെ അബ്രഹാമിന് ഒരു വീട് പണിയാൻ അന്ന് ടെക്നോളജി ഇല്ലായിരുന്നു എന്നല്ല, there was technology. പക്ഷെ he chose to live in a tabernacle because he knew that ഞാനിവിടെ ഇന്ന് മോരെ എന്ന് പറയുന്ന സ്ഥലത്തായിരിക്കും, ഇന്ന് ശെഖേമിലായിരിക്കും, പക്ഷെ നാളെ ദൈവം എന്നോട് വേറെ സ്ഥലത്ത് പോകാൻ പറഞ്ഞാൽ എനിക്ക് പോകേണ്ട ആവശ്യമുണ്ട്. അതുകൊണ്ട് ബേഥേലിന്റെ ആ പർവ്വതത്തിന്റെ അടുത്ത് ഒന്ന് പാർത്തു. പിന്നീട് he went southward. സോ നമ്മൾ വായിക്കുന്നത് അബ്രഹാം ഈ അന്യദേശത്ത് അന്യദേശം എന്ന പോലെ വാഗ്ദത്ത നാടായിരുന്നു. പക്ഷെ he lived as a stranger. ഈ ലോകത്ത് നമ്മൾ പറയും നമ്മൾ അന്യദേശത്ത് പരദേശികളെ പോലെ നമ്മൾ പാർക്കുന്നു എന്ന് നമ്മൾ പറയുന്നെങ്കിലും ഈ ലോകത്തിന്റെ എന്തെല്ലാം കാര്യങ്ങൾ നമ്മുടെ ഹൃദയത്തിൽ നമ്മൾ സ്വരൂപിച്ചു വെച്ചിട്ടുണ്ട്. ഈ ലോകത്തിന്റെ നിക്ഷേപങ്ങൾ, ഈ ലോകം ഓഫർ ചെയ്യുന്ന കാര്യങ്ങൾ നമ്മുടെ ഹൃദയത്തിൽ നമ്മൾ എന്തുമാത്രം സ്നേഹിക്കുകയും അതിനായിട്ട് നമ്മൾ how much are we mindful of those things in our heart. അത് വേറൊരു വ്യക്തിക്ക് നമ്മുടെ ഹൃദയത്തിലുള്ള ആ ലോക സ്നേഹത്തെ ചൂണ്ടിക്കാണിക്കാൻ അത്ര എളുപ്പമല്ല. എന്നാൽ നമുക്ക് തന്നെ നമ്മളെ തന്നെ ശോധന ചെയ്ത് തിരിച്ചറിയാൻ സാധിക്കണം. നമ്മുടെ ഉള്ളിൽ യഥാർത്ഥമായി ആ നിത്യതയ്ക്കുള്ള ദൈവം നമുക്ക് വാഗ്ദത്തം ചെയ്ത ആ അവകാശത്തിനായുള്ള പ്രത്യാശയാണ്. അങ്ങനെ ഒരു പ്രത്യാശയാണെങ്കിൽ നമ്മളുടെ സ്വയം പണികളൊക്കെയും അവിടെ മുടങ്ങും. നമുക്ക് അപ്പോസ്തല പ്രവൃത്തി 7-ാം അധ്യായത്തില് ഇസ്രായേൽ മക്കളെ കുറിച്ച് വേറൊരു കാര്യം പറയുന്നത് 7-ാം അധ്യായം 41-ാം വാക്യം ഒന്നുകൂടെ വായിക്കും. ഉൽപ്പത്തിയിലാണോ? സോറി, അപ്പോസ്തല പ്രവൃത്തി 7-ാം അധ്യായം 41-ാം വാക്യം. നാൽപ്പത്തി 41 അല്ലേ?
അതെ. അന്നേരം അവർ ഒരു കാളക്കുട്ടിയെ ഉണ്ടാക്കി ആ ബിംബത്തിന് ബലി കഴിച്ചു, തങ്ങളുടെ കൈപ്പണിയിൽ ഉല്ലസിച്ചു കൊണ്ടിരുന്നു. അവരുടെ കൈപ്പണിയിൽ അവർ ഉല്ലസിച്ചു. They rejoiced in the work of their hands. ദൈവം നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നത് നമ്മൾ നമ്മുടെ കൈപ്പണിയിൽ ഉല്ലസിച്ച് ജീവിക്കുന്നവരായിട്ടല്ല. ഞാൻ അധ്വാനിച്ചു, ഞാൻ പ്രവർത്തിച്ചു, ഞാൻ നേടി. My work, my ministry, my service. This is not what God wants from us. Even the things that we offer to God and the things that we do for God, God does not want us to rejoice in those things as though we were the ones that worked for those. അബ്രഹാമിനെ പോലെ ദൈവം ശില്പിയായി നിർമ്മിക്കുകയും ദൈവം അടിസ്ഥാനമിടുകയും ആ ദൈവം പണിയുകയും ചെയ്യുന്ന ആ നഗരത്തിനായി നമുക്ക് കാത്തിരുന്നാൽ ഈ ലോകത്തിൽ, അവിടെ പ്രത്യേകം എഴുതിയിട്ടുണ്ട്, അവർക്ക് ഈ ലോകത്തിൽ ആ വാഗ്ദത്തങ്ങളൊന്നും ലഭിച്ചില്ല. അവർ വിശ്വാസത്തിൽ ജീവിച്ചു എന്ന് മാത്രമല്ല, അവർ വിശ്വാസത്തിൽ മരിച്ചു എന്നാണ് എഴുതിയിരിക്കുന്നത്. 13-ാം വാക്യം. ഇവരെല്ലാം വിശ്വാസത്തിൽ മരിച്ചു എന്നാണ്. അവർക്ക് ഈ ലോകത്തിൽ ലഭിക്കാൻ വാഗ്ദത്തം കിട്ടിയത് അവർക്ക് ആണ്. 13-ാം വാക്യം ഒന്ന് വായിക്കും. ഇവരെല്ലാവരും വാഗ്ദത്തം നിവൃത്തി പ്രാപിക്കാതെ ദൂരത്തു നിന്നത് കണ്ട് അഭിവന്ദിച്ചും ഭൂമിയിൽ തങ്ങൾ അന്യരും പരദേശികളും എന്ന് ഏറ്റുപറഞ്ഞും കൊണ്ട് വിശ്വാസത്തിൽ മരിച്ചു. അവർ വിശ്വാസത്തിൽ ജീവിക്കുകയും വിശ്വാസത്തിൽ മരിക്കുകയും ചെയ്തു. It doesn't matter how long we wait for the promises of God. As long as we wait until He wants us to wait. That is truly a life of faith. And our ultimate and eternal promise is the city that He has promised for us in eternity. If our heart is truly there, we are not going to be mindful of the things that we expect Him to fulfill here on this earth, other than what He has called us for and entrusted with us, in us. നമുക്ക് അതിനായിട്ട് നമ്മുടെ വിശ്വാസത്തെ, let's examine if we are truly living in faith in that manner. അതിന്റെ 17-ാം വാക്യം. നമുക്ക് സമയം താഴോട്ട് ചിന്തിക്കാനുള്ള സമയമില്ല, എങ്കിലും നമുക്കറിയാം ഇസഹാക്കിന്റെ കാര്യമാണ്. അബ്രഹാം അവിടെ 17-ാം വാക്യം വായിക്കേണ്ട സമയമില്ലല്ലോ. അവന്റെ ഏകജാതനായ പുത്രനെ അവൻ ഏൽപ്പിച്ചു എന്നാണ്, യാഗം കഴിച്ചു. ആ ഏകജാതനായ പുത്രൻ എന്ന് പറയുന്ന അബ്രഹാമിന് ലഭിച്ച വാഗ്ദത്തമാണ്. That was one of the promises. ആ വാഗ്ദത്തം പ്രാപിച്ചു കഴിഞ്ഞ ആ വാഗ്ദത്തം തന്നെ യാഗമായി അർപ്പിച്ചു. നമുക്ക് ഈ യാഗപീഠത്തെ നമ്മുടെ ജീവിതത്തിൽ ഓർക്കുവാണെങ്കിൽ, this can be a very, very useful example in our life. പലപ്പോഴും ഞാൻ ഓർക്കാറുണ്ട്, അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. ദൈവം നമ്മുടെ ആഗ്രഹങ്ങൾ നമ്മൾ ആ യാഗപീഠത്തിൽ അർപ്പിക്കുകയാണെങ്കിൽ, കർത്താവ് എന്താണ് പറഞ്ഞത്? Anyone who saves his life in this world will lose it. Anyone who loses his life for my sake. അത് നമ്മുടെ ജീവിതം അല്ലെങ്കിൽ നമ്മുടെ ശരീരം മാത്രമല്ല, നമ്മുടെ ഡ്രീംസ്, നമ്മുടെ ഡിസയേഴ്സ്, നമ്മുടെ ആംബിഷൻസ്, നമ്മുടെ ഗോൾസ്, we are able to offer that on the altar. അത് not just about our career, അല്ലെങ്കിൽ നമ്മുടെ ഭാവിയെ കുറിച്ചല്ല മാത്രമല്ല, ഈ ലോകത്തിലുള്ള
മെറ്റീരിയൽ കാര്യങ്ങൾ മാത്രമല്ല. But also our dreams for our service to God. Also our dreams for our family, for our loved ones. Our desires, even if they are good ones. ഇസ്ഹാക്ക് എന്ന് പറയുന്നത് വാഗ്ദത്ത സന്തതിയാണ്. ദൈവം പറഞ്ഞിട്ട് ലഭിച്ചതാണ്, ദൈവം തന്നെ കൊടുത്തതാണ്. If we are able to offer what God has promised us on that altar, ആ വിശ്വാസം നീതിയായി കണക്കിടും ദൈവം. If you trust God enough, that Hallelujah. because അബ്രഹാം അവിടെ എഴുതിയിരിക്കുന്നത് എന്താണ്? അബ്രഹാം വിശ്വസിച്ചത് എന്താണ്? ഈ മകനെ ഞാൻ അർപ്പിച്ചാലും മരിച്ചവരിൽ നിന്ന് ഈ മകനെ തന്നെ ഉയർത്താൻ, വേറൊരു മകനെ തരാം, ദൈവത്തിന് തരാൻ സാധിക്കുമെന്നല്ല ചിന്തിച്ചത്. ബിക്കോസ് അവിടെ എന്താണ് പറഞ്ഞത്? ഇസ്ഹാക്കിൽ തന്നെ നിന്റെ സന്തതി അറിയപ്പെടുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഇസ്ഹാക്കിനെ തന്നെ ആ മരിച്ച അവസ്ഥയിൽ നിന്ന് ഉയർപ്പിക്കാൻ സാധിക്കുന്നു. അപ്പം ദൈവത്തെ യഥാർത്ഥമായി തിരിച്ചറിയുകയും ദൈവത്തെ യഥാർത്ഥമായി മനസ്സിലാക്കുകയും ചെയ്ത വ്യക്തിയാണ്. ഞാൻ പലപ്പോഴും ഓർപ്പിക്കാറുള്ള ഒരു കാര്യം ഇതാണ്, നമ്മൾ വിശ്വസിക്കുന്ന ദൈവം ആരാണ്? പലപ്പോഴും നമ്മൾ ചിന്തിക്കുന്നത് എന്താണ്? ദൈവം ഒരു അദൃശ്യ ശക്തി മാത്രമാണ്. Who will reward us based on our actions. ഇങ്ങനെ നല്ലത് ചെയ്താൽ നല്ലത് നമുക്ക് കിട്ടും, അല്ലെങ്കിൽ നല്ലതല്ലാത്തത് ചെയ്താൽ നമുക്ക് പണിഷ്മെന്റ് കിട്ടും. ഒരു അദൃശ്യ ശക്തി, an impersonal God. Let's not turn our God into an impersonal God. അബ്രഹാം നന്നായി അറിഞ്ഞു ദൈവം ആരാണ്, ദൈവ ശബ്ദം കേട്ട് ജീവിക്കുന്ന ഒരു വ്യക്തിയാണ്. ഒരു മകൻ തന്റെ പിതാവിനെ അറിഞ്ഞ് പിതാവിന്റെ ക്യാരക്ടറിനെ മനസ്സിലാക്കി പിതാവിനെ അപ്രോച്ച് ചെയ്യുന്ന പോലെ തന്നെ നമുക്ക് നമ്മുടെ പിതാവിനെ അപ്രോച്ച് ചെയ്യാൻ സാധിക്കും. നല്ലൊരു പിതാവ് ഒരു മകനെ തിരിച്ചറിയാൻ കഴിയും. മൈ ഫാദർ ഹാസ് മൈ ബെസ്റ്റ് ഇൻട്രസ്റ്റ്. എനിക്ക് വേണ്ടി ദോഷമൊന്നും എൻ്റെ അപ്പൻ ഒരിക്കലും ചിന്തിക്കുകയില്ല എന്ന് ഒരു നല്ല പിതാവിനെ കുറിച്ച് ഏത് മകനും പറയാൻ കഴിയും. എത്രയോ ശ്രേഷ്ഠമായ പിതാവാണ് നമ്മുടെ ദൈവം, എത്രയോ നല്ലവനായ പിതാവ്. ആ ദൈവത്തെ പിതാവ് എന്ന നിലയിലാണോ നമ്മൾ തിരിച്ചറിയുന്നത്? അങ്ങനെയാണെങ്കിൽ നമുക്ക് യഥാർത്ഥമായി പാടാൻ, ആത്മാർത്ഥതയോടെ പാടാൻ കഴിയും. എന്താണ്? നേരുനിരപ്പാം വഴിയോ, നീണ്ട നടയോ കുറുതോ, ഭാരം കരഞ്ഞോടുന്നതോ പാരിതിലും ഭാഗ്യങ്ങൾ എന്ന് ആത്മാർത്ഥമായി പാടി സമർപ്പിക്കാൻ നമുക്ക് സാധിക്കും. അതിന്റെ അർത്ഥം മനസ്സിലാക്കിയിട്ടാണോ നമ്മൾ പാടുന്നത്? നിന്റെ ഹിതം പോലെ എന്നെ നിത്യം നടത്താൻ. ദോഷമായിട്ട് നമ്മുടെ പിതാവ് ഒരിക്കലും നമുക്ക് ഒന്നും നിരൂപിക്കുകയില്ല. ആ പിതാവിൽ നമ്മൾ വിശ്വസിച്ച പിതാവിന്റെ ശബ്ദം കേട്ട് നമ്മുടെ സകല അനുഗ്രഹങ്ങളും വാഗ്ദത്തങ്ങളും നമ്മളെ വാഞ്ചിക്കുന്ന സകല വാഞ്ചകളും ആ യാഗപീഠത്തിന്മേൽ വെച്ചാൽ, ദൈവമേ, ദൈവത്തിന്റെ ഹിതമല്ല എങ്കിൽ എനിക്കത് വേണ്ട എന്ന ഹൃദയത്തിൽ നമ്മൾ യഥാർത്ഥമായി നമ്മുടെ വാക്കുകളിലല്ല, നമ്മുടെ ഹൃദയത്തിന്റെ ആഴത്തിൽ അത് വിശ്വസിച്ച് സമർപ്പിക്കുകയാണെങ്കിൽ അത് വീണ്ടും നമുക്ക് കിട്ടുമെന്നല്ല ഞാൻ പറയുന്നത്, അത് നമുക്ക് അനുഗ്രഹമാണ്. ആ പിതാവിന് സന്തോഷമാണ്. And that's the blessing that we'll receive. ഈ വചനങ്ങളാൽ ദൈവമക്കൾ അനുഗ്രഹമാകട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. വീണ്ടും ദൈവമക്കൾ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് അപേക്ഷിക്കുന്നു. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.
ആമേൻ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. കർത്താവിന് നന്ദിയോടെ സ്തോത്രം. അനുഗ്രഹിക്കപ്പെട്ട ദൈവത്തിന്റെ വചനം ദൈവവചനത്തിൽ കൂടി കേൾക്കുവാൻ തക്കവണ്ണം ഇന്ന് രാത്രികാലവും ഇടയായി തീർന്നുവല്ലോ. നമ്മുടെ വിശ്വാസത്തിന്റെ ആഴങ്ങളെ ഇന്ന് രാത്രികാലം ഒന്ന് ശോധന ചെയ്യാം. എത്ര മനോഹരമായ അർത്ഥവത്തായ കാര്യങ്ങളാണ് നാം ചിന്തിച്ചത്. വളരെ ഡീപ്പായ കാര്യങ്ങളാണ് ദേവദാസൻ അവസാനമായിട്ട് ഓർമ്മിപ്പിച്ചത്. നമ്മുടെ ജീവിതത്തിൽ നാം പലപ്പോഴും നിസ്സാരമെന്ന് കരുതുന്ന പല കാര്യങ്ങളും അതിൻ്റെതായ വിശ്വാസത്തിന്റെ ശ്രേഷ്ഠത എത്രമാത്രം നമ്മെ അതിലേക്ക് നയിക്കുന്നുവെന്ന് ഒരിക്കൽ കൂടി ചിന്തിക്കുന്ന എത്ര ശ്രേഷ്ഠമാണ്. ഹല്ലേലൂയ. സ്തോത്രം. അബ്രഹാമിന്റെ ജീവിതത്തിൽ താൻ ഏറ്റവും പ്രിയപ്പെട്ടതായിരുന്നു, തനിക്ക് ലഭിച്ച ഏറ്റവും വലിയ ഉന്നതമായ പ്രോമിസാണ്, വാഗ്ദത്തമാണ് ഇസഹാക്ക് എന്ന് പറയുന്നത്. എന്നാൽ തനിക്ക് ലഭിച്ചതായ ഏറ്റവും പ്രധാനപ്പെട്ട തൻ്റെ ജീവിതത്തിലെ ഏറ്റവും പ്രിയപ്പെട്ട കാര്യത്തെ തന്നെ ദൈവസന്നിധിയിൽ യാഗമായി സമർപ്പിക്കുന്നതിന്, തൻ്റെ വാഗ്ദത്തത്തെ ദൈവസന്നിധിയിൽ യാഗമായി അർപ്പിക്കുന്നതിന് അബ്രഹാമിന് യാതൊരു മടിയുമില്ലായിരുന്നു. കാരണം അബ്രഹാമിന് അറിയാമായിരുന്നു ദൈവം തന്നോട് പറഞ്ഞിരുന്നത് വാഗ്ദത്തം ദൈവം നിവർത്തിക്കുവാൻ ശക്തനാണ്. ആ ദൈവത്തിലുള്ള പൂർണ്ണമായ അബ്രഹാമിന്റെ വിശ്വാസം ഇസഹാക്കിൽ കൂടി നിന്റെ തലമുറയെ അനുഗ്രഹിക്കുമെന്ന് തനിക്ക് വാഗ്ദത്തം ലഭിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ചിന്തിച്ചു നോക്കിയാൽ ഒരിക്കലും ഇസഹാക്കിനെ ദൈവം കൊല്ലുവാൻ അനുവദിക്കത്തില്ല. ഹല്ലേലൂയ. സ്തോത്രം എന്ന് അബ്രഹാമിന് ഒരു പൂർണ്ണ ഉൾക്കാഴ്ചയുണ്ടായിരുന്നു എന്നല്ലേ നമുക്ക് മനസ്സിലാക്കേണ്ടതാണല്ലോ ദൈവദാസനെ ഓർമ്മിപ്പിച്ചത്. കർത്താവിന് നന്ദിയോടെ സ്തോത്രം. രാത്രികാലം ഹല്ലേലൂയ. സ്തോത്രം. അബ്രഹാമിനെ പോലെ വിശ്വാസം നമ്മുടെ ജീവിതത്തിലുണ്ടോ? ഹല്ലേലൂയ. സ്തോത്രം. നാശത്തിലേക്ക് പിന്മാറുന്നവരുടെ കൂട്ടത്തിലല്ല, വിശ്വസിച്ച് ജീവരക്ഷ പ്രാപിക്കുന്നവരുടെ അത്രയെന്ന് ഹല്ലേലൂയ ദൈവദാസനെ ഓർമ്മിപ്പിച്ചുവല്ലോ. ഹാനോക്കിനെ പോലെ, ഹാബേലിനെ പോലെ, ഹല്ലേലൂയ, നോഹയെ പോലെ, ഹല്ലേലൂയ സ്തോത്രം. ഹല്ലേലൂയ സ്തോത്രം. അതുപോലെ അബ്രഹാമിനെ പോലെ, ഇസഹാക്കിനെ പോലെ വിശ്വസിച്ച് ജീവരക്ഷ പ്രാപിച്ചവർ അക്കൂട്ടത്തിലാണ് നാം ഓരോരുത്തരും ആയിരിക്കേണ്ടത്. അങ്ങനെ ആയിരിക്കാൻ തക്കവണ്ണം നമ്മെ തന്നെ നമുക്കൊരിക്കൽ കൂടെ ദൈവസന്നിധിയിൽ സമർപ്പിക്കാം. കർത്താവിന് നന്ദിയോടെ സ്തോത്രം. ഹല്ലേലൂയ സ്തോത്രം. മത്സരത്തിലെന്ന പോലെ നിങ്ങളുടെ ഹൃദയത്തെ കഠിനമാക്കരുത്. ഹല്ലേലൂയ സ്തോത്രം. പാപത്തിന്റെ ചതിയിൽ നാം അകപ്പെടരുത്. ഹല്ലേലൂയ സ്തോത്രം. ആദ്യമായ ദൈവദാസനെയും ഓർമ്മിപ്പിച്ചുവല്ലോ. ഹല്ലേലൂയ സ്തോത്രം. അവിശ്വാസമുള്ള ദുഷ്ടഹൃദയം നിങ്ങൾ ആർക്കും ഉണ്ടാകരുത്. ഹല്ലേലൂയ സ്തോത്രം. സ്തോത്രം. ദൈവദാസനെ ഓർമ്മിപ്പിച്ചുവല്ലോ. വിശ്വാസത്തിന്റെ പ്രവൃത്തി എന്ന് പറയുന്നത് പ്രവർത്തിക്കാതിരിക്കുക എന്നുള്ളതാണ്. ഹല്ലേലൂയ സ്തോത്രം. അത് വളരെ അർത്ഥവത്തായ ഒരു സംഗതിയാണല്ലോ. ഹല്ലേലൂയ സ്തോത്രം. ചിലപ്പോഴൊക്കെ നാം പ്രവർത്തിക്കാതിരിക്കേണ്ടി വരും. കാരണം അതാണ് വിശ്വാസത്തിന്റെ പ്രവൃത്തി എന്ന് പറയുന്നത്. ഹല്ലേലൂയ സ്തോത്രം. ഈ ദിവസങ്ങൾ ദൈവമേ ഞങ്ങളെയും കർത്താവേ സ്തോത്രം ആ വിശ്വാസത്തിന്റെ ആഴങ്ങളിലേക്കൊന്ന് ഇറക്കണമേ. ഹല്ലേലൂയ സ്തോത്രം. ദൈവത്തിന്റെ ഹല്ലേലൂയ ദൈവത്തിലുള്ള പൂർണ്ണമായ ആശ്രയം വിശ്വാസവും കർത്താവേ നീ എന്നിൽ നൽകണമേ എന്ന് ഹല്ലേലൂയ സ്തോത്രം നമുക്ക് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാം. ഭൂമിയിൽ തങ്ങൾ അന്യരും പരദേശികളും എന്ന് ഏറ്റുപറഞ്ഞുകൊണ്ട് വിശ്വാസത്തിൽ ഈ വിശ്വാസ ഭക്തന്മാരെല്ലാം മരിച്ചു എന്നാണല്ലോ നാം കേട്ടത്. ഹല്ലേലൂയ സ്തോത്രം. ആ ഒരു സൊജേണേഴ്സ്, ഒരു പരദേശിയുടെ യാത്ര, ഹല്ലേലൂയ സ്തോത്രം, ആ ഒരു യാത്ര പോലെ ആയിരിക്കാൻ പലപ്പോഴും നമ്മുടെയൊക്കെ ജീവിതം എത്രമാത്രം ശൂന്യമാണ്, എത്രമാത്രം അർത്ഥരഹിതമാണ്. ദൈവവചനവുമായിട്ട് നാം പഠിക്കുമ്പോൾ ദൈവവചനത്തിനനുസരിച്ച് നമുക്ക് ജീവിക്കുവാൻ, ചലിക്കുവാൻ നമുക്ക് കഴിയുന്നുണ്ടോ? ഈ ദിവസങ്ങൾ നമ്മെ തന്നെ ദൈവത്തിൽ സമർപ്പിക്കാം, താഴ്ത്തി ഏൽപ്പിക്കാം, നമുക്ക് പ്രാർത്ഥിക്കാം. സ്തോത്രം. രാത്രികാലം വചനം സംസാരിച്ച ദൈവവൃത്തിനോടുള്ള നന്ദിയെ ഞാൻ അറിയിക്കുന്നു. കർത്താവിന്റെ ദാസൻ ഇവാഞ്ചലിസ്റ്റ് ബോബ് പുല്ലമ്പള്ളി ഓർത്തുകൊണ്ട്, തന്റെ കുടുംബത്തെ ഓർത്തുകൊണ്ട് നമുക്കും പ്രാർത്ഥിക്കാം. ദേവദാസൻ പ്രാർത്ഥനയായി ആവശ്യപ്പെട്ടിട്ടുണ്ടല്ലോ, പ്രത്യേകം നമുക്ക് പ്രാർത്ഥിക്കാം. തന്റെ വൈഫ് സിസ്റ്റർ സ്റ്റെഫനിയെ ഓർത്തുകൊണ്ട് പ്രാർത്ഥിക്കാം. അവരുടെ 2 കുഞ്ഞുങ്ങളെ ഓർത്തുകൊണ്ട്, സാറായും സാമുവലിനെ ഓർത്തുകൊണ്ട് പ്രാർത്ഥിക്കാം. അവരുടെ മാതാപിതാക്കളെ ഓർത്തുകൊണ്ട്, നാട്ടിലെ സ്റ്റെഫനിയുടെ മാതാപിതാക്കൾ, അതുപോലെ തന്നെ പ്രിയ ബോബിന്റെ മാതാവ് പ്രിയാനി ആന്റിയെ ഓർത്തുകൊണ്ട് പ്രത്യേകം നമുക്ക് പ്രാർത്ഥിക്കാം. ഉച്ചയ്ക്കത്തെ സെഷനിലും വൈകിട്ടത്തെ സെഷനിലും ഒക്കെ ദൈവദാസ സമയം ലഭിക്കുമ്പോഴൊക്കെയും കടന്നു വരികയും പ്രാർത്ഥിക്കുകയും നമുക്കൊരു അനുഗ്രഹമായിരിക്കും ചെയ്യുന്ന ദൈവദാസിയെയും കർത്താവ് പ്രത്യേകം ബലപ്പെടുത്തട്ടെ. പ്രിയ ജോയ് കുടുംബത്തെ ഓർത്തുകൊണ്ട്, ക്രിസ്ത്യനായും കുഞ്ഞുങ്ങളെ ഓർത്തുകൊണ്ട് പ്രത്യേകം നമുക്ക് അവർക്ക് വേണ്ടിയും പ്രാർത്ഥിക്കാം. ദൈവത്തിന് സ്തോത്രം. രാത്രികാലം ലൈനിൽ പങ്കെടുത്ത എല്ലാവരെയും കർത്താവ് അനുഗ്രഹിക്കട്ടെ. പാട്ടുപാടി സിസ്റ്റർ ഐവിക്കായി സ്തോത്രം, പ്രിയ ക്രിസ്തോയ്ക്കായി സ്തോത്രം, കുഞ്ഞുങ്ങൾക്കായി സ്തോത്രം, കുടുംബം
ദൈവമായ ദൈവം അവരെയും അനുഗ്രഹിക്കട്ടെ. നമുക്ക് അനുഗ്രഹിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം. പരിശുദ്ധ ദൈവമേ, ഞങ്ങൾ സ്വർഗീയ പിതാവേ, രാത്രികാലത്തിനായി ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. അനുഗ്രഹിക്കപ്പെട്ട വചനം ഞങ്ങൾക്ക് തന്നതിനായി സ്തോത്രം കർത്താവേ. ഇന്ന് രാത്രികാലം ഞങ്ങളോട് ആഴമായി സംസാരിച്ചതിനായി സ്തോത്രം കർത്താവേ. അത് പഠിപ്പാനും ഗ്രഹിപ്പാനും ചിന്തിക്കുവാനുള്ള കൃപ ഞങ്ങൾക്ക് നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, വചനം പറയുവാൻ ദാസനെ അഭിഷേകത്തോടെ മധ്യത്തിൽ ഉപയോഗിച്ചതിനായി സ്തോത്രം. തന്റെ കുടുംബത്തെ ഞങ്ങൾ ദൈവകരങ്ങളിൽ സമർപ്പിച്ചുകൊണ്ട് അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. കുഞ്ഞുങ്ങളെ രണ്ടുപേരെയും പ്രത്യേകം ഞങ്ങൾ അനുഗ്രഹിക്കുന്നു കർത്താവേ. സെറായിക്കായി സ്തോത്രം, സാമുവലിനായി സ്തോത്രം കർത്താവേ. പ്രിയ സ്റ്റെഫനി